नमस्ते बच्चों। आज हम राष्ट्रकवि मैथिली शरण गुप्त जी द्वारा रचित मनुष्यता नामक कविता 10वीं कक्षा के मनुष्यता नामक कविता पढ़ने के लिए जा रही हूँ. അപ്പോൾ രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്ത് ജിയുടെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ് മനുഷ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മനുഷ്യത്വം മീൻസ് എന്താണ്? ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. അപ്പോൾ എന്താണ് മൈഥിലി ശരൺ ഗുപ്ത് ജി ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം പറയുകയാണ്, അവരവർക്ക് വേണ്ടി ജോ अपनों के लिए जीते और मरते हैं वो मनुष्य है, लेकिन उनके मन में मनुष्यता പൂരി തരനായി. അപ്പോൾ അവരവർക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരെ കവി മനുഷ്യൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ പൂർണ്ണമായും മനുഷ്യത്വമുണ്ടെന്ന് സമ്മതിക്കാൻ കവി തയ്യാറാകുന്നില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് മനുഷ്യത്വമുള്ളത്, അതിൻ്റെ ഗുണം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്താണ് നല്ല മരണം, എന്തിനെയാണ് സുമൃത്യു എന്ന് വിളിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ഈ കവിതയിലൂടെ മൈഥിലി ശരൺ ഗുപ്ത് ജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കവിതയിലേക്ക് കടക്കാം. മനുഷ്യത. विचार लो कि मरती हो न मृत्यु से डरो कभी, मरो परंतु यो मरो की याद जो करे सभी. हुई न यूं सुमृत्यु तो वृथा मरे वृथा जिए, मरा नहीं वही की जो जिया न आपके लिए. वही पशु प्रवृत्ति है कि आप ही चरे, वही मनुष्य है कि जो मनुष्य के लिए मरे. അപ്പോൾ എന്താ പറയുന്നത്? വിചാരലോക്കി മർത്യ ഹോ ന മൃത്യു സേ ഡറോ കഫി. മർത്യ മീൻസ് മനുഷ്യ. വിചാർ ചിന്തിക്കുക, മൃത്യു മരണം. എന്താ പറയുന്നത്? അരേ മനുഷ്യ, നമ്മൾക്കെല്ലാവരും നമ്മൾ മനുഷ്യരാണ്. അങ്ങനെ മനുഷ്യരാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മൃത്യു സേ കഭി ഡർന നഹി ചാഹിയേ. അപ്പോൾ മരണത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്? പേടിക്കാതിരിക്കണം. മരോ പരന്തുയോ മരോ കി യാത് ജോ കരേ സഭി. മരിക്കുകയാണെങ്കിൽ നമ്മൾ മരിക്കും, എന്നായാലും മരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മളെ ഓർമ്മിക്കണം മരിച്ചതിന് ശേഷവും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ജോ കരയും സഭി. എന്തെങ്കിലും നമുക്ക് ഈ ലോകം ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും നമ്മളെ ഓർക്കും. ഹുയീനയോ സുമൃത്യുതോ വൃഥാ മരേ വൃഥാ ജിയേ, മരാ നഹീം വഹി കി ജോ ജിയാന ആപ്കെ ലിയേ. ഹുയി ന യോം സുമൃത്യു നഹി ഹുയി. എന്താണ്? നല്ല മരണം അല്ലെങ്കിൽ നല്ല മരണം ഒരിക്കലും ആവുകയില്ല. എന്താണ്? വൃഥാ മരേ വൃഥാ ജിയേ. വൃഥാ മീൻസ് എന്താ? വെറുതെ അങ്ങ് മരിക്കുക അല്ലെങ്കിൽ വെറുതെ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പം വെറുതെ ജീവിച്ചിട്ട് അങ്ങ് വെറുതെ മരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സുമൃത്യു അല്ല. എന്താണ്? അങ്ങനെ ജീവിക്കുന്നത്, അങ്ങനെ മരിച്ചു പോകുന്നത് വെറുതെ വ്യർത്ഥമാണെന്നാണ് കവി പറയുന്നത്. മരാ നഹി വഹി കി ജോ ജിയാൻ ആപ്കെ ലിയേ, ഇസ് സംസാർ മേ വഹി മനുഷ്യ മർക്കർ ഫി നഹി മർത്ത. എന്നാണ്? ഈ ലോകത്ത് ആൾക്കാർ മരിച്ചാലും മരിക്കുകയില്ല. എന്താണ്? ജോ ജിയാൻ ആപ്കെ ലിയേ മീൻസ് അപ്നേ ലിയേ. അവരവർക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് ദൂസരോങ്ക് ലിയേ ജീത്താ ഹേ. അവരെന്ത് ചെയ്യില്ല? മരാ നഹീം, ഒരിക്കലും മരിക്കുകയില്ല. ചില ആൾക്കാർ നമുക്കറിയാം, നമ്മൾ എന്താണ് അബ്ദുൽ കലാമിനെ പോലുള്ളവരെയൊക്കെ നമ്മൾ പഠിക്കും. അവരൊക്കെ എന്താണ്? അവർ രാഷ്ട്രത്തിന് ചെയ്യുന്ന സംഭാവനകൾ വെച്ചിട്ട് അവർ മരിച്ചാലും എന്ത് ചെയ്യില്ല? ഒരിക്കലും നമ്മുടെ മനസ്സിലുള്ളിൽ അവർ മരിക്കുകയില്ല. അപ്പോൾ വഹി പശു പ്രവൃത്തി ഹേ കി ആപ്പ് ഹി ചരേ. പശു പ്രവൃത്തി മീൻസ് എന്താണ്? മൃഗങ്ങളുടെ പ്രവൃത്തി. മൃഗങ്ങൾ എന്താണ്? ആപ്പ് ഹി ചര അപ്നേ ലേ ഹി ചരേ ഹേ. ചരണ മീൻസ് എന്താ? മേയുക. മൃഗങ്ങൾ എന്തെങ്കിലും അവരവർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യില്ല?
മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് വന്ന് സൂക്ഷിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യുന്നു? അവരവർക്ക് വേണ്ടി പോയി മേഞ്ഞ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതേ പ്രവൃത്തിയാണ് നമ്മളും നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കേ ലിയേ മരേ, സച്ചാ മനുഷ്യ വഹി ഹേ ജോ മനുഷ്യ കേ ലിയേ മർത്താ ഹേ ഓർ ജീത്താ ഹേ. അപ്പോൾ നല്ല മനുഷ്യരെന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. उसी उदार की कथा सरस्वती बखानती, उसी उदार से धरा कृतार्थ भाव मानती, उसी उदार की सदा सजीव कीर्ति पूजती, तथा उसी उदार को समस्त सृष्टि पूजती, अखंड आत्मभाव जो असीम विश्व में भरे, वही मनुष्य है कि जो मनुष्य के लिए मरे. ഉസി ഉദാർ കി കഥ സരസ്വതി ബഖാനതി. എന്താ പറയുന്നത് ഇവിടെ? ഉസി ഉദാർ മീൻസ് മഹാൻ. അങ്ങനെയുള്ള മുകളിൽ പറഞ്ഞതുപോലെ നല്ല മനുഷ്യരുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന അവരെക്കുറിച്ച് എന്ത് ചെയ്യും? സരസ്വതി ബഖാനത്തി. സരസ്വതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യയുടെ ദേവത. അപ്പോൾ പുസ്തകങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുസ്തകങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബഖാനത്തി, വർണ്ണിക്കുക, പ്രശംസിക്കുക. അപ്പോൾ നല്ല മനുഷ്യ ദൂസരോം കേ ലിയേ ജീത്താ ഹേ, ഉസ്കാ ഗുണഗാൻ യുഗ് യുഗോം തക് കിയാ ജാത്താ ഹേ. അതാണ് പുസ്തകങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? എന്നും 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 ഓർക്കും അല്ലേ? ഉസി ഉദാര സേ ധരാ കൃതാർത്ഥ ഭാവമാനത്തി. ഉസി ഉദാര അല്ലെങ്കിൽ ആ ദാനശീലത, ധര ഭൂമി എന്ത് ചെയ്യും? കൃതാർത്ഥ ഭാവസേ ധന്യഭാവസേ മാനത്തി. ഇങ്ങനെ ഉദാരഭാവമുള്ളവരുടെ മുന്നിൽ എന്താണ്? പുരി ധർത്തി, ഭൂമി പോലും എന്ത് ചെയ്യും? ആ മനുഷ്യരെ ധന്യമാനത്തി, ധന്യരെന്ന് വിളിക്കും. പിന്നെയോ ഉസി ഉദാരിക്ക് സദാ സജീവ് കീർത്തി ഖൂജതി. കീർത്തി മീൻസ് യശ്. ഉസ്കി ഉദാരിക്ക് കഥ സജീവ് മീൻസ് ജീവിത രഹന. ഉസ്കി കീർത്തി സദൈവ് ജീവിത് രഹത്താ ഹേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യരുടെ വ്യക്തിത്വങ്ങൾ, അവരെക്കുറിച്ച് എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും? അവരുടെ കീർത്തി മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. തഥാ ഉസി ഉദാരക്കോ സമസ്ത സൃഷ്ടി പൂജത്തി. സമസ്ത സൃഷ്ടി, ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യും? അവരെ, അങ്ങനെയുള്ള ആൾക്കാരെ പൂജിക്കും. तो उस व्यक्ति को हमें के बातचीत हमेशा जीवित व्यक्ति की तरह की जाती है और पूरी सृष्टि उसकी पूजा करती है. ലോകം മുഴുവൻ എന്ത് ചെയ്യും? അവരെ പൂജിക്കും. वही अखंड आत्मभाव जो असीम विश्व में भरे. जो व्यक्ति पूरे संसार को अखंड भाव, അഖണ്ഡ് മീൻസ് എന്താ? ജിസ്കെ ടുക്കടെ നഹി, ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്തത്. അപ്പോൾ അഖണ്ഡ് ഭാവ് ഓർ ഭായിചാരെ കി ഭാവന മേം ബാന്ധത്താ ഹേ വഹ് മനുഷ്യ കഹലായേ ജായക. അപ്പോൾ എന്താണ്? എങ്ങനെയാണോ ഉള്ള മനുഷ്യരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആത്മാക്കളെ എന്ത് ചെയ്യും? അസീമ വിശ്വമേ ഭരെ, അവരുടെ കീർത്തി ഈ അതിരുകളില്ലാത്ത ലോകം മുഴുവൻ എന്ത് ചെയ്യും? ഭരെ, നിറയും. वही मनुष्य है कि जो मनुष्य के लिए मरे. सच्चा मनुष्य वही है जो दूसरों के लिए जीकर मरता है. യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരെയാണ്. ശുദ്ധാർത്ഥരന്തി ദേവിനെ ദിയാകരസ്ത ധാലുഫി तदा दधीजी ने दिया परार्थ अस्ति जालुफी. उसी नर क्षितीश ने सुमांस दानफी किया. सहर्ष वीर कर्ण ने शरीर चर्म फी दिया. अनित्य देह के लिए अनादि जीव क्या डरे. वही मनुष्य है कि जो मनुष्य के लिए मरे. ഇവിടെ എന്താ പറയുന്നത്? ശുദ്ധാർത്ഥ രന്തിദേവന്, രന്തിദേവ് एक परम दानी राजा है रंतिदेव.
ക്ഷുധാർത്തു മീൻസ് എന്താണ്? ഫുക്കസെ പീഡിത്, വിശന്നു വലഞ്ഞ രന്തിദേവൻ എന്ത് ചെയ്തു? ഒരു ദിവസം അപ്നെ കരസ്ത് മീൻസ് എന്താ? ഹാത്തുമേ സ്ഥിത്, കയ്യിലിരുന്ന പാത്രത്തില്. അപ്പോൾ രാജ रंतिदेव ने अपने सामने पड़ा भोजन का थाल भिक्षु को दे दिया था जबकि वे स्वयं भूख रहे. രാജ രന്തിദേവൻ തൻ്റെ മുന്നിൽ വെച്ചിരുന്ന ഭോജൻ്റെ ഭക്ഷണപാത്രം ഭിക്ഷു സന്യാസി വന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അത് ദാനമായി നൽകി. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാതെ വിശന്നിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെയാണ് എന്താണ്? ദദീജി തഥാ ദദീജിനെ ദിയാ പരസ്ത് അസ്ഥിജാലും ഭി. ദദീജി മഹർഷി എന്ത് ചെയ്തു? ദേവതാവോങ്കെ രക്ഷാ കർനെ കെ ലിയേ ദദീജി ഋഷി അപ്പനെ അസ്ഥി കോ ദാൻ മേൻ ദിയ. അസ്ഥി മീൻസ് എന്താണ്? ഹഡ്ഡി. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വജ്രായുധം ഉണ്ടാക്കാൻ ദദീജി ഋഷി തൻ്റെ അസ്ഥി തന്നെ ദാനമായി നൽകിയെന്നാണ് പറയുന്നത്. അതുപോലെ ഉഷീനർ ഷിതീഷിനെ സ്വമാംസദാനഫീകിയാം. അപ്പോൾ ഉഷീനർ എന്ന് പറയുന്ന ശിവി ആണ്. ശിവി മഹാരാജ് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കബൂത്തർ കബൂത്തറിൻ്റെ പ്രാണരക്ഷാർത്ഥം തൻ്റെ മാംസങ്ങൾ ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ സഹർഷ് വീരകർണനെ ശരീര ചർമ്മഫീതിയ. കർണനെ നമുക്കറിയാം. അപ്പോൾ കർണൻ എന്ത് ചെയ്തു? കർണന് കുന്തിദേവിയുടെ സൂര്യൻ്റെയും പുത്രനെന്നറിയപ്പെടുന്ന കർണൻ കിട്ടിയിരിക്കുന്ന എന്താണ്? ഒരു ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിന് കിട്ടിയ കവചകുണ്ടലങ്ങളായിരുന്നു. അപ്പോൾ കവചകുണ്ടലങ്ങളുണ്ടെങ്കിൽ കർണനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. പക്ഷേ എന്ത് ചെയ്തു? അവസാനം കർണനോട് ഇത് ദാനം തിരികെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? പാണ്ഡവർ ജീവിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാണ്ഡവർ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്ന കർണൻ്റെ കവചകുണ്ടലങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കുകയില്ല. അപ്പോൾ കവചകുണ്ടലങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ കർണൻ എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി എന്താണ്? സഹർഷി മീൻസ് എന്താ? ഖുഷീസെ, സന്തോഷത്തോടു കൂടി അപ്നെ ശരീർ കാ കവച് ദാനമേ ദിയാ. अनित्य देह के लिए अनादि जीव क्या डरे. कवि पूछता है कि अनित्य देह के लिए, നിത്യ മീൻസ് നശ്വര ശരീർ, നശ്വരമായ എപ്പോഴും എന്താണ്? നശിച്ചു പോകുന്ന ഈ ദേഹത്തിന് വേണ്ടി ഈ അനാദി ജീവിതം, അമർ നാദി മീൻസ് എന്താണ്? അമർ പ്രാണ് ക്യാഡാരെ. എന്തിനാണ് നമ്മളിങ്ങനെ ഭയക്കുന്നത്? എന്നും നമുക്ക് മരണം എപ്പോഴും സംഭവിക്കാം അല്ലേ? അങ്ങനെയുള്ള മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് മനുഷ്യൻ മരണത്തിനെ ഭയക്കുന്നത് എന്തിനാണ്? വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ മരേ അപ്നെ ആപ്കോ ത്യാഗ് ദേത്തി ഹേ വഹി മനുഷ്യ ഹേ. അപ്പോൾ ഇവിടെ കവി എന്താണ്? പലർക്കും വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ത്യാഗം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരെയാണ് കവി ഇവിടെ യഥാർത്ഥ മനുഷ്യനല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരെന്ന് പറയുന്നത്. സഹാനുഭൂതി ചാഹിയേ മഹാവിഭൂതി ഹേ ഹി വശീകൃത സദൈവ ഹേ ബനി ഹുയി സ്വയം മഹി വിരുദ്ധവാദ ബുദ്ധ കാ ദയാ പ്രവാഹ മേ ബഹാ വിനീത് ലോകവർഗ് ക്യാ ന സാമനെ ചുകാ രഹാ അഹാ വഹി ഉദാർ ഹേ പരോപകാർ ജോ കരേ വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ മരേ. അപ്പം സഹാനുഭൂതി, സിമ്പതി. സഹാനുഭൂതി മീൻസ് എന്താണ്? സിമ്പതി ചാഹിയേ.
महाविभूति है वही। वह कवि कहता है कि सबसे बड़ी पूंजी वेल्थ, महाविभूति मीन्स वेल्थ, पूंजी वह है सहानुभूति। सहानुभूति है हमारे सबसे बड़ी പുഞ്ചി. ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്. മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി ഉള്ളവരാണ്, അല്ലെങ്കിൽ സഹാനുഭൂതി ഉള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ധനമെന്ന് നമ്മൾ കരുതേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വശീകൃത സദൈവ് ഹേ ബനി ഹുയി സ്വയം മഹി. എല്ലാവരെയും നമുക്ക് അവനെ വശീകൃത, വശുമേം എന്താണ് വശുമേങ്കി ഹുയി. അപ്പോൾ അവരെ മറ്റുള്ളവരെ നമ്മുടെ വശത്തേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യക്ക് സബ്സെ ബഡി പൂഞ്ചി है सहानुभूति, क्योंकि यही गुण मनुष्य को महान, उदार और सर्वप्रिय बनाता है. दूसरों के साथ दया करना, सहानुभूति से व्यवहार करें तो धरती फी. ധർത്തി മീൻസ് എന്താണ് ഇവിടെ പറഞ്ഞ വേർഡ്? മഹി, സ്വയം മഹി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ധർത്തി കോ വശുമേ കിയാ ജാ സക്താ ഹെ. സ്വയം ഭൂമിയെ തന്നെ നമ്മുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, സഹാനുഭൂതി ഉള്ളവരായാൽ സ്വയം എന്താണ് ഭൂമിയെപ്പോലും നമ്മോടൊപ്പം നിർത്തുവാൻ നമുക്ക് കഴിയും. പ്രകൃതി പോലും നമ്മെ കടാക്ഷിക്കുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ മനസ്സിനെ ജയിക്കാൻ, വശീകൃത, എല്ലാവരെയും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? സഹാനുഭൂതിയോടെ പെരുമാറിയാൽ നമ്മുടെ ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയും. വിരുദ്ധവാദ് ബുദ്ധ ദയാപ്രവാഹമേ ബഹ. വിരുദ്ധവാദ് ബുദ്ധ് എന്നാണ് വിരുദ്ധവാദം എന്ന് പറയുന്നത്, ഒരു വിരോധ പരമ്പര. അപ്പോൾ ഒരു ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന പല പാരമ്പര്യങ്ങളെയും എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം എതിർത്തിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് അദ്ദേഹത്തിനെ എതിർത്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവസാനം എന്ത് ചെയ്തു? बुद्धने करुणावश उस समय की परंपरा के मान्यताओं का विरोध किया था, लेकिन विरोधी लोग भी उनके दया प्रवाह में उनके सामने सिर झुका. അതാണ് വിനീത് ലോകവർഗ് ക്യാ നാ സാമനെ ചുക്കാ രഹാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകവർഗ് മീൻസ് ജനത, സാരി ജനത ഫി ഉസ്കെ സാമനെ ചുക്കാ. എല്ലാവരും അവസാനം അദ്ദേഹത്തിൻ്റെ വിരോധി ലോകവും കോഫി ഉൻകെ ബാത്തോം കോ മാനനാ പടേക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ചു. എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു. വഹി ഉദാർ ഹേ പരോപകാര ജോ കരെ. കവി कहता है कि वही उदार व्यक्ति जो है वह दूसरों के लिए പരോപകാർ करता है. മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്യുന്നവരെയാണ് ഉദാര വ്യക്തി എന്ന് പറയുന്നത്. ജോ മനുഷ്യ दूसरों के लिए मरता है वह वही मनुष्य है. वही मनुष्य है कि रहो न फूल के सफ़ी मदांत तुच्छ वित्त में. सनाद जान आपको करो न गर्व चित्त में. अनाथ कौन है यहाँ त्रिलोकनाथ साथ है. दयालु दीन बंधु के बड़े विशाल हाथ है. अतीव भाग्यहीन है अधीर भाव जो करे. वही मनुष्य है कि जो मनुष्य के लिए मरे. ഇപ്പോൾ രഹോന ഫൂൽ കെ സഫി മദാന്ത് മീൻസ് അഹങ്കാർ, വിത്ത് സമ്പത്ത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കവി പറയാണ് കഫി ഫൂൽ കർ ഫി നാ ഫൂൽ എന്നാണ്, മറന്നു ഓർക്കാതിരുന്നു പോലും തങ്ങളുടെ തുച്ഛമായ സമ്പത്തിൽ അഹങ്കരിക്കരുത്. വെറുതെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? കഫി ഫൂൽ കർ ഫി അപ്നി തോടെ സേ ധൻ കെ അഹങ്കാർ മേ अंते होकर स्वयं को सनाद मानकर गर्व मत करो. അപ്പോൾ സനാദ് ജ്ഞാൻ മീൻസ് സ്വന്തമായി എല്ലാം ഉണ്ട്, സനാതനാണ് എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ചിന്ത
ആപ് കരോ ന ഗർവ് ചിത്തുമേം. എന്താണ് ഹമാരെ ചിത്തുമേ നഹീം കർണ. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും ചെറിയ സമ്പത്തിൽ അഹങ്കരിച്ച് നമ്മൾ ഒരിക്കലും എന്താണ് അതിൽ അന്ധരായി പോകരുതെന്നാണ് കവി പറയുന്നത്. അനാഥ് കോൻ ഹേ യഹാം ത്രിലോകനാഥ് സാഥ് ഹേ ക്യോങ്കി യഹാം തോ അനാഥ് കോയി നഹി ഹേ. ഈ സംസാർ കാ സ്വാമി ഈശ്വർ തോ സബ്കെ സാത്ത് ഹേ. എല്ലാവരുടെയും സ്വാമിയായ ഈശ്വരൻ ത്രിലോകനാഥ് എന്നാണ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം എങ്ങനെയുള്ളതാണ്? ഓർ ഈശ്വർ തോ ബഹുത് ദയാലു. അതാണ് ദയാലു ദീന ബിന്ദു കെ ബഡേ വിശാൽ ഹാത്ത് ഹേ. ബഹുത് ദയാലു ദോനോം ഓർ അസഹായോം കാ സഹാര ഹേ. വഹ ലോകോം കെ ദുഃഖ ദർദ് കോ സമജ്താ ഹേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഈശ്വരൻ ദീനബന്ധു, ഈശ്വരൻ രക്ഷകൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശാലമായ കരങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. ഉൻകെ ഹാത്ത് ബഹുത്ത് വിശാൽ ഹേ. പിന്നെന്താണ്? അതീവ് ഭാഗ്യഹീൻ ഹേ അധീർ ഭാവ് ജോ കരെ. കവി के अनुसार भाग्यहीन वही है जो जिसके मन में अधीर मीन्स धैर्य न रहना, धैर्य नहीं रहता है, वह भाग्यहीन है. എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരാണ് ഭാഗ്യഹീനരെന്ന് പറയുന്നത്. സച്ചാ മനുഷ്യ വഹി ഹേ ജോ മനുഷ്യ കേ ലിയേ ജീതാ വ മർത്താ ഹേ. നല്ല മനുഷ്യരെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ്. അനന്ത് അന്തരീക്ഷമേ അനന്ത് ദേവ് ഹേ ഖടേ സമക്ഷ ഹി സുബാഹു ജോ ബെഡാ രഹേ ബെഡാ ബെഡേ ബെഡേ परस्परावलंब से उठो तदा बैठो सभी अभी अमर्त्य अंक में अपंग हो चढ़ो सभी रहो न यों की एक से न काम और का सरे वही मनुष्य है कि जो मनुष्य के लिए मरे. അനന്ത അന്തരീക്ഷമേയും അനന്തമായ ഈ ലോകത്ത് അനന്തരായ ദൈവങ്ങൾ നിൽക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് ഈ ലോകത്തിൽ ദുനിയാമേ മഹാൻ കാം കർണേ വാലെ അസംഖ്യ ലോക ഹേ വേ ദേവതാവോ കെ സമാൻ ഹേ. അപ്പോൾ ദൈവതുല്യരായിട്ടുള്ള ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർ എണ്ണപ്പെടാൻ കഴിയാത്തത്ര വ്യക്തികളുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്? അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഭയക്കേണ്ട കാര്യമില്ല. സമക്ഷ ഹി ഹമാരെ സാമനെ ഹി സ്വബാഹു മീൻസ് അപ്നെ ഹാത്ത് ബെഠാക്കർ വേ രഹേ ഹേ. അപ്പോൾ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് നമുക്ക് എല്ലാം നൽകാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. ऐसे लोगों की हमारे देश में कमी नहीं है. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് കുറവല്ല. അപ്പോൾ എന്താ പറയുക? പരസ്പരാവലംബ് സേ ഉഡോ തഥാ ബെഡോ സഫി. അപ്പോൾ ദൂസരോങ്ക് സഹായത കർക്കെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് സഹായമായിട്ട് എന്താണ് ആകെ ബെഡോ മുന്നോട്ട് പോവുക. അഫി അമർത്തി അങ്ക് മേ അപങ്ക് ഹോ ചടോ സഫി. എന്താണ് അമർത്തി അങ്ക് മീൻസ് ദേവതാക്കി ഗോദ്, ദൈവത്തിൻ്റെ മടിത്തട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താണ് ഉദാഹരണങ്ങളായിട്ട് ലഭിക്കും. എന്താണ് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുള്ളത്. പരസ്പരം അങ്ങനെ പരോപകാരമൊക്കെ ചെയ്ത് एक दूसरे के सहयोग से महान कार्य करो और अमर हो जाओ. എന്താണ് മരണമില്ലാത്തവരാകാനാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? രഹോനയോ കി ഏക് സേന കാം ഓർ ക സരേ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ആവരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുക. അങ്ങനെ ഒരിക്കലും ആവരുത്. ജോ ദൂസരോं के काम बिल्कुल न आए ऐसा ജീവൻ വ്യർത്ഥ ഹേ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീവിതം എന്താണ്? വ്യർത്ഥമാണ്. വ്യർത്ഥ ഹേ വഹ് ജീവൻ ജോ കിസി കെ കാം ന
സഖേ. അതാണ് രഹോനയോക്കി ഏകസേന കാം ഓർ ക്യാ സരേ എന്ന് വെച്ചാൽ എന്താണ്? വ്യർത്ഥ ഹേ വഹ് ജീവൻ ജോ കിസി കെ കാം ന ആ സഖേ. वही मनुष्य है कि जो मनुष्य के लिए मरे. सच्चा मनुष्य वही है, वह दूसरों के लिए जीना और मरता है. मनुष्य मात्र बंधु है, यही बड़ा विवेक है. पुराण पुरुष स्वयंभू पिता प्रसिद्ध एक है. फलानुसार कर्म के अवश्य बाह्य भेद है, अनर्थ है, परंतु अंतरैक्य में प्रमाणभूत वेद है. अनर्थ है कि बंधुहीन बंधु की व्यथा हरे. वही मनुष्य है कि जो मनुष्य के लिए मरे. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യ ഏക്ക് ദൂസരെ കി സഹായക് ബനെ. ഒരാൾ മറ്റുള്ളവരുടെ സഹായിയാവണം. അപ്പോൾ എന്താണ്? എല്ലാവരും സബ്കോ അപ്ന ഭായി ബന്ധു മാനെ. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് മാനിക്കണം. മനുഷ്യ മാത്ര ബന്ധു ഹേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? സംസാർ മേ ഈസെ ലോഗോ കോ ഹി വിവേകി മാനേ ജാത്തെ ഹേ. അപ്പോൾ എല്ലാവരും ബന്ധുവാണ്, ഭായിയാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ഈ ലോകത്തിലെ വിവേകികൾ എന്നാണ് പറയുന്നത്. എന്താണ്? പുരാണ പുരുഷു സ്വയംഭൂ പിതാ പ്രസിദ്ധ ഏക് ഹേ. അപ്പോൾ മനുഷ്യരെന്ന് പറയുന്നത് എല്ലാവരും പരസ്പര സഹോദരി സഹോദരന്മാരാണ്. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരുടെയും ഈശ്വരൻ ഏക് ഹേ, ഒന്നാണ്, ഒരാളാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ്? फलानुसार कर्म के अवश्य बाह्य भेद है. അപ്പോൾ കേവൽ മനുഷ്യ കെ കർമ്മോ കെ ദ്വാരാ ഹി എന്താണ്? ഫല മിൽത്താ ഹേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മനുഷ്യരുടെ കർമ്മങ്ങൾ വെച്ചിട്ടാണ് എന്താണ് നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അതെന്താണ്? കേവൽ ബാഹ്യഭേദ ഹേ, പുറമേയുള്ള ബാഹരി ഭേദ ഹേ. മൂൽ രൂപ് സേ സഫീ പ്രാണി ഏക് ഹേ. യഥാർത്ഥത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് പരന്തു അന്തരൈക്യമേം പ്രമാണഭൂത് വേദ ഹേ. എല്ലാ മനുഷ്യരും സഫീ പ്രാണി ഏക് ഹേ, സബ് ഏക് ഹി പരം പിതാ കെ സന്താൻ ഹേ. പിന്നെന്താ പറയുന്നത്? അനർത്ഥ ഹേ കി ബന്ധുഹീന ബന്ധു കി വ്യഥാ ഹരേ. എന്താണ് അനർത്ഥമായിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത്? നമ്മളുടെ ബന്ധുക്കൾ തന്നെ, അല്ലെങ്കിൽ ഒരു ബന്ധു തന്നെ മറ്റൊരാളുടെ ദുഃഖം അകറ്റുന്നില്ല എങ്കിൽ, അവരുടെ ദുഃഖം മാറ്റാൻ സഹായിക്കുന്നില്ല എങ്കിൽ, അപ്പം ഏക്ക് ദൂസരെ കി വിപദ ഓർ ദുഃഖ കോ ഹർനെ കാ പ്രയാസ് നഹീ കിയാ ജാത്ത വഹ് അനർത്ഥ ഹേ. ഒരാൾ നമ്മുടെ ബന്ധുക്കളുടെ ദുഃഖം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് അനർത്ഥമാണ് എന്നാണ് കവി പറയുന്നത്. വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ മരേ. നല്ല മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കും. പിന്നെന്താ? ചലോ അഭീഷ്ട മാർഗുമേ സഹർഷ ഖേൽത്തെ ഹുയേ വിപത്തി വിഘ്ന ജോ പടേ ഉനേ ഠക്കേലത്തെ ഹുയേ. खड़े न हेल मेल हा बैठे न भिन्नता कभी. अतर्क एक पंथ के सतर्क पंथ हो सभी. तभी समर्थ भाव है कि तारता हुआ तरे. वही मनुष्य है कि जो मनुष्य के लिए मरे. यहाँ कवि क्या कहता है? അപ്പോൾ ഹമാരെ ജീവൻമേ, നമ്മുടെ ജീവിതത്തിൽ അനേക രുക്കാവട്ടും ഒരുപാട് തടസ്സങ്ങളൊക്കെ കാണും നമ്മുടെ വഴിയിൽ. രുക്കാവട്ടും കോ മാർഗ് സേ ഹടാത്തെ ഹുയേ. അപ്പോൾ നമ്മുടെ അഭീഷ്ട മാർഗം മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഹർഷ് സന്തോഷത്തോടുകൂടി ഈ നമ്മുടെ എന്താണ് വിപത്തി, ദുഃഖങ്ങൾ, വിഘ്നങ്ങൾ, തടസ്സങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉന്നേൻ ഠക്കേൽത്തെ ഹുയേ, അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക? ഹമാരെ അഭീഷ്ട മാർഗസെ സഹർഷ് ചലന ചാഹിയേ.
നമ്മുടെ വഴികളിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും, തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയെല്ലാം നമ്മൾ തട്ടി മാറ്റിക്കൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. ഹമയും വിപത്യോം സെ ഖബരാനാ നഹീം ചാഹി. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ആപത്തുകളിലൊന്നും നമ്മൾ ഭയക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്താ ഉള്ളത്? ലക്ഷ്യമാണുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും പോകണം. ഖടേന ഹേലുമേല് ഹാ വെഠേന ഭിന്നത കഭി അതർക്ക് ഏക്ക് പന്ഥ സതർക്ക് ബന്ധു ഹോ സഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ. അപ്പോൾ എന്താ സമൂഹത്തിൽ ഐക്യവും സഹോദര്യവും ഒക്കെ കൊണ്ടുവരണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ പ്രയത്നിക്കേണ്ടതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരമുള്ള മതഭേദങ്ങൾ, തെറ്റായ അഭിപ്രായങ്ങളുമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് ജീവിക്കണം. അതാണ് ഹേലുമേൽ എന്ന് വെച്ചാൽ എന്താണ്? ഇണക്കം. ഒരിക്കലും ഘടയെന്ന് വെച്ചാൽ കുറയ്ക്കുക. അപ്പോൾ ഒരിക്കലും ഇണക്കങ്ങൾ, അതായത് സ്നേഹങ്ങളൊന്നും നമ്മൾ കുറയ്ക്കരുത്. വിടേന ഭിന്നത കഫി, നമ്മുടെ ഭേദഭാവങ്ങളൊക്കെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൂട്ടരുത്. ഭിന്നത, വൈരുദ്ധ്യങ്ങൾ, എന്തെങ്കിലും പരസ്പരം തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അപ്പസി മതഭേദക്കോ സമാപ്ത കർക്കെ, ഇല്ലാണ്ടാക്കിക്കൊണ്ട് ആപസ്മയും മിൽജുൽക്കർ റഹ്ന, പരസ്പരം സ്നേഹത്തോടുകൂടി സഹോദര്യത്തോടുകൂടി ജീവിക്കണം. അതർക്ക് മീൻസ് എന്താണ്? തർക്കമില്ലാതെ ഒരേ വഴിയിലൂടെ. ഏക്ക് ബന്ധു മീൻസ് ഒരേ വഴിയിലൂടെ. സതർക്ക് സാവധാൻ രൂപസേ യാത്ര കർണ ചാഹിയെ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തർക്കങ്ങളുമില്ലാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം, സാവധാനി സേ ചലന ചാഹിയെ. എല്ലാവർക്കും വേണ്ടി സഹായമൊക്കെ ചെയ്ത് തഫീ സമർത്ഥ ഭാവ് കെ താരത്താ ഹുവാ തരെ. താരണ മീൻസ് എന്താ? രക്ഷാകരണ. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്ന സമർത്ഥ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്നി സഫലതാക്കെ സാത്ത്, നമ്മളുടെ വിജയത്തോടൊപ്പം തന്നെ ദൂസരോം കോ ഫി സഫൽ ബനാനേക്ക്, അതാണ് താരത്താഹുവാതരെ, രക്ഷിച്ചുകൊണ്ട് പോകുക. അതാണ് നമ്മുടെ വിജയത്തോടൊപ്പം മറ്റുള്ളവരെ കൂടി വിജയിപ്പിക്കാനായിട്ട് കോശിഷ്കരെയും പ്രയത്നിച്ചു കൊണ്ട് പോവുക. അപ്പോഴാണ് എന്താ സമർത്ഥരാകുന്നത്. സമർത്ഥഭാവം क्या है? आपसी सफलता के साथ दूसरों को भी सफलता बनाने की कोशिश करें. सच्चा मानव वही है जो दूसरों के लिए जीता है और दूसरों के लिए मरता है. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിക്കുക എന്നാണ് യഥാർത്ഥ മനുഷ്യർ. അപ്പോൾ ഇതാണ് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. അതിനെക്കുറിച്ചാണ് കവി മൈഥിലി ശരൺ ഗുപ്തജി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.